ഏറ്റവും കൂടുതൽ സമയം ടൈം കൺസ്യൂം ഭയങ്കര ക്യൂ ഭയങ്കരം എന്നുവെച്ചാൽ നമ്മൾ ചെയ്തങ്ങിരിക്കും. അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഏതൊക്കെ പ്രശ്നം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ടൈം തികഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം ചെയ്ത് ഞങ്ങൾ ഒരു 30 ദിവസം ചെയ്തപ്പോഴത്തേന് തന്നെ ടൈം ഓവറായി. കറണ്ട് അഫയേഴ്സ് 2025 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് കൂടുതലുണ്ടായിരുന്നു. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാ. മാത്സ് ഒക്കെ മാത്സ് പാടായി. സമയം കിട്ടിയില്ല. ഹായ് ഓൾ, നമ്മളെല്ലാവരും കാത്തിരുന്ന RRB NTPC എക്സാം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം കഴിഞ്ഞു, സ്റ്റുഡൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് രാജധാനി കോളേജിലാണ്. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്, എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയെന്നൊക്കെ നമുക്ക് ആസ്പിറൻസിനോട് തന്നെ ചോദിച്ചു നോക്കാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഏതൊക്കെ പോർഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ടൈം തികഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം ചെയ്ത് ഞങ്ങൾ ഒരു 30 ദിവസം ചെയ്തപ്പോഴത്തേന് തന്നെ ടൈം ഓവറായി. പ്രിപ്പയർഡ് ആയിരുന്നു? കുഴപ്പമില്ല. ഏത് പോർഷൻ ആയിരുന്നു ഏറ്റവും ടഫ് ആയിട്ട് വന്നത്? GK മാത്സ്. GK എങ്ങനെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു? എനിക്ക് GK വലിയ കുഴപ്പമില്ല. കുറച്ച് ടഫായിരുന്നു. റീസണിംഗ് ഒക്കെ സെയിം പാറ്റേൺ ഉണ്ടായിരുന്നു. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് സമയം കിട്ടില്ല. ഏത് പോർഷൻ ആയിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ്? നമ്മുടെ സിംബോളിക് റെപ്രസെന്റേഷൻസ് ഒക്കെ ഇല്ലേ, കോഡിംഗ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കൂടുതൽ. GK കറണ്ട് അഫയേഴ്സ് ആയിരുന്നു കൂടുതൽ? കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. സയൻസ് ഒന്നും അധികം ഇല്ലായിരുന്നു. ടൈം കിട്ടിയായിരുന്നു? ടൈം മാനേജ് ചെയ്യാൻ പാടായിരുന്നു. ആദ്യമായിട്ടാണോ NTPC ചെയ്യുന്നത്? അല്ല, സെക്കൻഡ്. എങ്ങനെ ഉണ്ടായിരുന്നു കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ? അതിനെക്കാട്ടി കുറച്ച് ടഫായിരുന്നു. നല്ല കാൽക്കുലേറ്റീവ് ആണ്. പിന്നെ റീസണിങ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ GK വലിയ കുഴപ്പമില്ലായിരുന്നു. കറണ്ട് അഫയേഴ്സിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? ഒരു 3 കാണുമായിരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ സമയം ടൈം കൺസ്യൂം ഭയങ്കര ക്യൂ ഭയങ്കരം എന്നുവെച്ചാൽ നമ്മൾ ചെയ്തങ്ങിരിക്കും. അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഏതൊക്കെ ടോപ്പിക്കിനാണ് കൂടുതലായിട്ട് വന്നത് മാത്സിന്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടായിരുന്നു. പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, വർക്ക് ആൻഡ് ടൈം എല്ലാം ഉണ്ടായിരുന്നു. ഏകദേശം എല്ലാം കവർ ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻ ഇട്ടത്. അത്യാവശ്യം ടഫായിരുന്നു. ഒരു പൊട്ടിക്ക് ടഫായിരുന്നു. കുഴപ്പമില്ലാതൊക്കെ അറ്റൻഡ് ചെയ്യും. ഏറ്റവും ടഫ് ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? അനലിറ്റിക്കല് കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. റീസണിങ് കുഴപ്പമില്ലായിരുന്നു. റീസണിങ് ഒന്നും നോക്കില്ല. GK എങ്ങനെ? GK കുറച്ച് സിമ്പിൾ ആക്കിയായിരുന്നെങ്കിൽ കൊള്ളാം. എങ്ങനെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു കൂടുതൽ? അതോ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ടൈം ഒരുപാട് കൺസ്യൂം ആയിരുന്നു? അതോ ടൈം കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. അതായത് അത്യാവശ്യം എല്ലാ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം. പിന്നെ GK മാത്രം കൂടുതൽ കറണ്ട് അഫയേഴ്സ് ആണ് വന്നത്. അതായത് 2025 കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലും വന്നത്. അപ്പോൾ അത് മാത്രം എനിക്ക് കുറച്ച് ടഫായിട്ട് വന്നു. കറണ്ട് അഫയേഴ്സ് ഈ വർഷത്തെ കൂടുതൽ ഞാൻ 24 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കിയിട്ട് പോയത് കൂടുതൽ മാക്സിമം. പിന്നെ ഓവറോൾ ഏകദേശം എളുപ്പമായിരുന്നു. മാത്സ് ഒക്കെ എങ്ങനെ? ഏതൊക്കെ ടോപ്പിക്കിന് കൂടുതലും? മാത്സ് ഏകദേശമുള്ള എല്ലാ ടോപ്പിൽ നിന്നും ടൈം ആൻഡ് വർക്ക് ഉണ്ടായിരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നുണ്ടായിരുന്നു, ഏകദേശമുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നും ഏകദേശം ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ട് ചോദിച്ചാൽ സിംപ്ലിഫിക്കേഷൻ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് മാക്സിമം നോക്കുമ്പോൾ ഈസി ആയിരുന്നു. ഓവറോൾ ഒരു ഈസി ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ടൈം മാനേജ് ചെയ്യാനൊക്കെ പറ്റി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് എക്സാം ഏറ്റവും ഈസി ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാ. അങ്ങനെ മാത്സ് ഒക്കെ മാത്സ് പാടായിരുന്നു. എനിക്ക് പൊതുവെ മാത്സ് ഇച്ചിരി പാടാ. റീസണിങ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ജനറൽ നോളജ് ഉണ്ട്. അത് ഇച്ചിരി പാടാ. ഓവറോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. കമ്പ്യൂട്ടറിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ജോഗ്രഫിന്ന് കുറവായിരുന്നു. പിന്നെ ഹിസ്റ്ററിന്ന് ഉണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് 2025 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് കൂടുതലുണ്ടായിരുന്നു. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് പൊതുവെ എളുപ്പമുള്ള മാത്സ് ആയിരുന്നു. റീസണിങ് എളുപ്പമായിരുന്നു. GK ആണ് കുറച്ച്. കറണ്ട് അഫയേഴ്സും കമ്പ്യൂട്ടറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കട്ട് ഓഫ് കണക്ക്. മാത്സ് ഉണ്ടായിരുന്നു. GK അധികം കുഴപ്പമില്ലായിരുന്നു. GK ഉണ്ടായിരുന്നു. GK കുറച്ചേ ഉള്ളായിരുന്നു. എന്നാലും മാത്സിൽ ഇച്ചിരി കൂടെ ടഫ് ഉണ്ടായിരുന്നു. അത് കുറച്ചേ ഉള്ളായിരുന്നു. മാത്സ് എന്തായാലും ഒരു വിധമൊക്കെ ഒപ്പിച്ചെഴുതി. ടൈം കിട്ടിയായിരുന്നു? ടൈം കിട്ടി. സമയം കിട്ടിയില്ല. എക്സാം ഉണ്ടായിരുന്നു? ഏത് പോർഷൻ ആയിരുന്നു ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത്? റീസണിങ് കുഴപ്പമില്ലായിരുന്നു. കോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് ജനറൽ നോളജ് ഇച്ചിരി ടഫായിട്ട് തോന്നി. ടൈം കിട്ടിയായിരുന്നു? എക്സാം ഉണ്ടായിരുന്നു? ഏറ്റവും എളുപ്പം ഏത് ക്വസ്റ്റൻ ആയിരുന്നു? മാത്സും റീസണിംഗും. ജനറൽ നോളജ് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ? കുറച്ച് മാത്സും റീസണിംഗ് ആയിരുന്നു വെറും സിമ്പിൾ. മറ്റേത് കുറച്ച് ടഫായിരുന്നു. ടൈം കിട്ടിയായിരുന്നു? ഇല്ല, കിട്ടിയില്ല. മാത്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പ്രശ്നമുള്ള സംഭവമൊന്നുമില്ല. റീസണിങ് എളുപ്പമായിട്ട് തോന്നി. പിന്നെ GK ഞാൻ അധികം നോക്കാത്തുള്ള കുഴപ്പമില്ല. GK കറക്റ്റ്. എങ്ങനെ ടൈം കിട്ടിയായിരുന്നു കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? ടൈം ഞാൻ സ്ലോ ആയിട്ട് എടുത്ത. ഞാൻ നെഗറ്റീവ് വരെ മാക്സിമം ചെയ്യുന്ന കറക്റ്റാക്കി ചെയ്യാൻ സ്ലോ ആയിട്ടാ പോയാ. ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ടൈം കിട്ടും, കുഴപ്പമില്ല. മാത്സ് ഒക്കെ കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. ട്രിഗണോമെട്രി ഒക്കെ ഉണ്ടായിരുന്നു. GK എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. റീസണിംഗ് കുഴപ്പമില്ല. ടൈം കിട്ടിയായിരുന്നു? ഇല്ല, ടൈം കിട്ടിയില്ല. അപ്പോൾ ഈ ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം കഴിഞ്ഞപ്പോൾ നമുക്ക് സ്റ്റുഡൻസിന് അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു മിക്സഡ് റെസ്പോൺസ് ആണ്. ചിലർക്ക് ടഫ് ആയിരുന്നു, ചിലർക്ക് സിമ്പിൾ ആണെന്നാണ് പറഞ്ഞത്. മാത്സും റീസണിങ്ങും കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണെന്നാണ് നമുക്ക് കിട്ടിയ ഒരു റെസ്പോൺസ്. പിന്നെ GK പോർഷൻസ് വരുമ്പോൾ കറണ്ട് അഫയേഴ്സിന് ഒരുപാട് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. 2022 വരെ കറണ്ട് അഫയേഴ്സിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഷിഫ്റ്റുകൾക്കും ഇനിയുള്ള ദിവസങ്ങളുടെ എക്സാം വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഇതൊക്കെ മനസ്സിൽ കണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം.